ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇപ്പം എൻ്റെ ഹെയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പിന്നെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഞാനും ഹെയർ ബൊട്ടോക്സ് ചെയ്തു. അപ്പം ഈ ഹെയർ ബൊട്ടോക്സിനെ പറ്റി അറിയേണ്ടുന്നതെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, കുറേ ആളുകൾക്ക് നമ്മളിങ്ങനെ ഹെയർ ബോട്ടോക്സ് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്ക് കുറേ ഡൗട്ട് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതായത് അതിനകത്ത് ഞാൻ ഇതിന് എത്ര കോസ്റ്റ് ആകുന്നു, ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, കളർ ചെയ്ത ഹെയറിൽ ഇത് ചെയ്യാൻ പറ്റുമോ, പിന്നെ കെരാറ്റിനും സ്മൂത്തനിങ്ങും തമ്മിലുള്ള ഇതിൻ്റെ വ്യത്യാസം എന്താണ്, എത്ര നാൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്, നമ്മുടെ ഫേസിന് ഇത് ചേരുമോ, ലൈറ്റ് കളേർഡ് ഹെയറിലാണോ, അതായത് അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, എൻ്റെ പേര് ലക്ഷ്മി, നമ്മുടെ ചാനലിൻ്റെ പേര് വെൽനസ് വേ ബൈ ലക്ഷ്മി. ഇതിനകത്ത് ഞാൻ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്കുള്ള ഫിറ്റ്നസ്സും ലൈഫ് സ്റ്റൈലും അവരെ എങ്ങനെ ഹാപ്പി ആക്കി വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ചാനലിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ഞാൻ ഓണത്തിൻ്റെ പിറ്റേ ദിവസം, നമ്മൾ ഓണം വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ ഫാമിലിയിലൊരു മീൻസ് ഒരു ഡെത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വർഷം നമുക്ക് ഓണമില്ല, അതുകൊണ്ട് ഓണത്തിൻ്റെ ഒരു വ്ലോഗ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയാണ്, അതായത് ഓണത്തിൻ്റെ പിറ്റേ ദിവസം ആണ് ഞാൻ ഈ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ചെയ്യാനുള്ള കാര്യം, ഇത് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 വർഷം മുന്നേ. ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് നമ്മൾ കളർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ കളർ ചെയ്യുന്നതനുസരിച്ച് ഞാൻ വീട്ടിൽ അങ്ങനെ കളർ ചെയ്യാറുമില്ല കേട്ടോ, പാർലറിൽ പോയി തന്നെയാണ് ടച്ചപ്പ് ചെയ്യുന്നതും കളർ ചെയ്യുന്നതും എല്ലാം. അങ്ങനെ ചെയ്തിട്ട് പോലും എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ്ഡും ഇങ്ങനെ ഭയങ്കര ഫ്രിസിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റില്ല, മുടിയെ നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു റഫ്നെസ് ആണ് മുടിയെ തൊടുമ്പോഴത്തേനും. ഈ നമ്മൾ കളർ ചെയ്യുന്ന ഹെയർ ആർക്കറിയാമല്ലോ. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ എണ്ണ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, അത് കഴിഞ്ഞ് എണ്ണ കഴിയും പിന്നെ അങ്ങനെ ആയി എവിടെയെങ്കിലും പോകാൻ നേരം എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് മുടി എന്ത് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ എന്നാൽ ബോട്ടോക്സ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഹെയർ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, കെരാറ്റിൻ, സിസ്റ്റീൻ, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫ്ലാറ്റ് ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പം ഇന്ന് നിങ്ങൾ എൻ്റെ ഹെയർ കാണുമ്പം ഇതൊരു എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ, ഒറ്റ വാഷ് പോലും കഴിഞ്ഞിട്ടില്ല. ഇത് 2 വാഷ് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ വോളിയം ഇച്ചിരി കൂടെ ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെ. അപ്പോൾ ഞാൻ ഓർത്തു അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കാം. അത് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ആളാകുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ബൊട്ടോക്സ് ചെയ്യാൻ പോയത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇതെന്താണ് വ്യത്യാസം, ബൊട്ടോക്സും കെരാറ്റിനും സ്മൂത്തനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അത് ഉപയോഗിച്ച് നമ്മുടെ ഹെയർ ഡാമേജ് ആകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനകത്തുള്ള നമ്മുടെ പ്രോട്ടീനും എല്ലാം പോയിട്ട് കളർ ചെയ്ത് പിന്നെ ഏജിൻ്റെയും ഹോർമോൺസിൻ്റെ ഒക്കെ പ്രോട്ടീൻ എല്ലാം പോയിട്ട് ഹെയർ ഒരുമാതിരി ഡള്ളാകുന്നതിന് ആ നഷ്ടപ്പെട്ടു പോയ പ്രോട്ടീനും അതെല്ലാം ഇൻഫ്യൂസ് ചെയ്യുന്നതാണ്. ഹെയറിനെ സ്ട്രെങ്തൻ ആക്കുകയും ഹെയറിനെ കുറച്ച് ഷൈൻ തരാൻ വേണ്ടിയിട്ടും നല്ലൊരു ടെക്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒത്തിരി കെരാറ്റിനെ പോലെ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങിനെ പോലെ ഒന്നും ഡാമേജ് ചെയ്യത്തില്ല ഹെയറിനെ. ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ അതുകൊണ്ട് കെരാറ്റിനേക്കാളും സ്മൂത്തിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹെയറിനെ ഭയങ്കര ഫ്ലാറ്റ് ആക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്യാതെ പിറ്റേ ദിവസം തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയെങ്കിലും ഇങ്ങനെ ഈ ഫ്ലാറ്റ് ഒരു ലുക്ക് തോന്നും. പിന്നെ നല്ല തിക്നെസ് ഉള്ള മുടിയുള്ളവർക്ക് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ മുടിക്ക് കുറച്ച് തിക്നെസ് കുറവാണല്ലോ, അതുകൊണ്ട് അതായത് ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് തിക്നെസ് കുറവായതുകൊണ്ട് അത്രയ്ക്ക്. പിന്നെ 2-3 വാഷ് കഴിയുമ്പോൾ അത് നോർമലാകും. പിന്നെ കറക്റ്റ് ഇങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അത് ഇന്നായതുകൊണ്ടാണ് നോർമലായിട്ടൊരു 100% സ്ട്രെയിറ്റനിങ് അല്ല കിട്ടുന്നത് ബോട്ടോക്സ് ചെയ്യുന്നത്. കുറച്ചൊരു കേളി ഹെയർ ഉള്ളവർക്കൊക്കെ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് പറ്റത്തില്ല കേട്ടോ. കാരണം അത്ര ഹെയർ അതായത് ഒരു 40% വരെ സ്ട്രെയിറ്റ് ആവും, അത്രേ ഉള്ളൂ. അതായത് എന്നിട്ട് നമ്മുടെ ഹെയർ നല്ല മാനേജബിൾ ആയിട്ടിരിക്കും. ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുത്ത് കുത്തിയിട്ട് ചുമ്മാ അഴിച്ചിട്ടിട്ട് അങ്ങ് പോകാം. അല്ലെങ്കിൽ നമുക്കൊരു ക്ലച്ചർ ഉപയോഗിക്കാം. എന്ത് ഉപയോഗിച്ചാലും, അതായത് സ്ക്രഞ്ചീസ് ഒക്കെ വെച്ച് നമ്മൾ കെട്ടിവെച്ച് കഴിഞ്ഞാലും അതിനാ കെട്ടിവെച്ചെടുത്ത് ചുളിവോ പാടോ ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ എടുക്കാം. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് റെഡി ആയിട്ട് പോകാം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് എനിക്ക് തോന്നിയത്.
പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാമല്ലോ. നമുക്ക് ഈ ടിക് ടാക് പിൻ വെച്ചിട്ട് ഇവിടെ ഒരു പോണി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ബോ പോലെ വെച്ചിട്ട് പിന്നെ അഴിച്ചിടാം. പിന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക്, പിന്നെ ചിലർ നമ്മളിങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് ബാക്ക് ടു നോർമൽ ആവും. അതുകൊണ്ട് ഈസിയാണ്, മാനേജബിൾ ആണ്. അതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിതിന് ഭയങ്കരമായിട്ട് ആഫ്റ്റർ കെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കെട്ടിവെക്കുക, ചിലതില്ലേ കെട്ടിവെക്കാൻ പാടില്ല മുടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരൊരു പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷാംപൂ കണ്ടീഷണർ തരും. അത് വെച്ച് ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് അവർ 4 to 6 months ആണ് പറയുന്നത്. എന്നാലും 4 months വരെ ഒരു കുഴപ്പമില്ലാതെ പോകും. പിന്നെ 6 months 2 മാസം കൂടെ ഒക്കെ പോകും നമ്മൾ എടുക്കുന്ന കെയർ അനുസരിച്ച്. എത്ര വാഷ് നമ്മൾ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ മുടിയിൽ ഇവർ ഇൻഫ്യൂസ് ചെയ്തേക്കുന്ന ആ പ്രോട്ടീൻ അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ മുടി പഴയ ടെക്സ്ചറിലോട്ട് വരും. ഡാമേജ് ഒന്നും ആവത്തില്ല. പഴയ നമ്മുടെ മുടി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാവും. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു 8 മാസം കഴിയുമ്പം 6 to 8 months അടുത്ത ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കാം കേട്ടോ. അതാണ്, അതായത് നമ്മൾ വാഷ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ ടെക്സ്ചർ വ്യത്യാസം വന്ന് അത് വ്യത്യാസം വന്നാലും എന്താ, നമ്മുടെ ആ മുടി പഴയ നമ്മൾ ഈ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള മുടിയായിട്ട് മാറും. അല്ലാതെ ഒരു ഡാമേജും മുടിക്ക് വരത്തില്ല. ഹെയർ ഫോള് എനിക്കുണ്ടായിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഓയിലിംഗ് ചെയ്യാവോ എന്നുള്ളത്, ഓയിലിംഗ് ചെയ്യുക നമ്മൾ നമ്മുടേതായ പാക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റിനെ നമ്മളതിൻ്റെ എഫക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓയിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അറിയാമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോട്ടോക്സിൻ്റെ എഫക്റ്റ് കുറയും. അതായത് അവർ പറയുന്ന രീതിയിൽ തന്നെ ഷാംപൂ കണ്ടീഷണർ ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം തല കഴുകുക മാക്സിമം, അതാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ദീർഘനാൾ ഇത് നിർത്താനായിട്ട് പറ്റും. അല്ലാതെ ഒരു ഗുണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്ര വാഷ് ചെയ്യുന്നോ അതനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, 4 months എന്തായാലും ഇത് നല്ലതായിട്ട്, അതായത് ഇപ്പോൾ ഈ ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മുടെ മുടി ഇച്ചിലൂടെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നും. ഒരു 2-3 വാഷ്, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വാഷ് ചെയ്തിട്ടേ ഇല്ല, അവർ പാർലറിൽ നിന്ന് ചെയ്ത് വിട്ട് ഇന്നലെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ പറയാം. അതൊരു 4-4.5 മണിക്കൂർ എടുക്കും കേട്ടോ. ഇത് നമ്മൾ ആദ്യം എത്ര വാഷ് ചെയ്തിട്ട് ചെന്നാലും അവരത് പിന്നെ വാഷ് ചെയ്യും, നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഞാൻ ചെയ്തതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ കുറച്ച് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ എൻ്റെ കൂടെ ഒരാളും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഞാൻ കാണിക്കാം എൻ്റെ മുമ്പുള്ള മുടിയും അത് കഴിഞ്ഞിട്ടുള്ള മുടിയും ചെയ്യുന്ന പ്രൊസീജിയറും ഒക്കെ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അവർ ഭയങ്കര നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്യാതെ, ഒത്തിരി ഡ്രൈ ചെയ്യത്തില്ല, ഒരു കുറച്ചൊന്ന് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അവർ ഈ സാധനം, അതായത് നമ്മുടെ ഈ പ്രോട്ടീൻ ബോട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു പാക്ക് അതിങ്ങനെ നമ്മുടെ മുടിയിൽ കളറൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, അതുപോലെ നന്നായിട്ട് ഓരോ സ്ട്രാൻഡ് എടുത്ത് അതിലോട്ട് അതിങ്ങനെ പരട്ടി വെച്ചിട്ട്, അതായത് നമ്മളിങ്ങനെ കളർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് എനിക്ക് അലുമിനിയം ഫോയിൽ ഇട്ടില്ല, ഒരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് നമുക്കൊരു 90 minutes, അതായത് 60 to 90 minutes നമ്മളെ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് 60 to 90 minutes ആണ് കേട്ടോ ഇരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമുക്കവിടെ പെഡിക്യൂർ ചെയ്യുമോ മാനിക്യൂർ ചെയ്യുമോ വാക്സിൻ ചെയ്യുമോ, ഞാൻ കാലിൻ്റെ വാക്സിനും പെഡിക്യൂറും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കല്ലേ അത്ര സമയം ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ സ്ട്രാൻഡ്, ആ പാക്ക് ആ ഷവർ ക്യാപ്പ് ഊരിയിട്ട് അവർ നമ്മൾ അയണിങ് ചെയ്യും. അതായത് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന ആ സാധാ മുടിയുടെ ഓരോ സ്ട്രാൻഡ് എടുത്ത് അതിങ്ങനെ അവരുടെ അത് വെച്ചിട്ട് സാധനം ഉണ്ടല്ലോ അപ്ലിക്കേറ്റർ വെച്ചിട്ട് അതിങ്ങനെ കറക്റ്റ് അയണിങ് ആണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മുടിയിലോട്ട് അതങ്ങ് ഓരോ സ്ട്രാൻഡ് കുറച്ച് പാർട്ടീഷനായിട്ട് കുറേ നേരം എടുക്കും കേട്ടോ. അതെത്ര ഹീറ്റ് കൊടുത്ത് കുറച്ച് ഹീറ്റ് കൊടുത്താണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മുടി അത്രയും തിൻ മുടിയായിട്ട് അത്ര ഹീറ്റ് കൊടുത്തില്ല. ഞാൻ അത്ര ഹീറ്റിന് പ്രിഫർ ചെയ്യുന്നുമില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് ഹീറ്റ് കൊടുത്താലാണ് നമ്മുടെ മുടിയിലോട്ട് നന്നായിട്ട് പിടിക്കുക. അങ്ങനെ ഇങ്ങനെ കുറച്ച് പാർട്ടീഷൻ ഉണ്ട്. അതെടുക്കും ഒരു 1.5 മണിക്കൂർ കേട്ടോ. അതിങ്ങനെ സ്ട്രാൻഡിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അത് സെറ്റ് ആകാനായിട്ടിരിക്കും. അതായത് ഒന്ന് തണുക്കണം മുടി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് 24 hour കഴിഞ്ഞാണ് വാഷ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞു ഒന്ന് വളരെ തണുത്ത് കഴിഞ്ഞ്, അപ്പോൾ ഒരു 20 minutes കഴിഞ്ഞപ്പോൾ അത് തണുത്ത് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞു നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞിട്ട് അവർ നല്ലതായിട്ട് വാഷ് ചെയ്തൊരു പാക്ക് ഇടും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവർ ബ്ലോ ഡ്രൈ ചെയ്ത് തരും. ഇതെല്ലാം കൂടെ ഒരു ബ്ലോ ഡ്രൈ അപ്പം തന്നെ നമ്മുടെ മുടി നമുക്ക് പിടിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഇത് പക്ഷെ ഒരു ഫ്ലാറ്റ് ലുക്ക് തരും. അപ്പോൾ അവർ എന്നോട് പറയും എനിക്ക് കളർ ചെയ്യണമായിരുന്നേ. അപ്പോൾ ഓൾറെഡി എൻ്റെ മുടി ഭയങ്കര ഡാർക്കായിരുന്ന കാരണം കുറച്ച് ലൈറ്റ് ഷെയ്ഡിലോട്ട് പോകും കേട്ടോ. നമ്മുടെ മുടി എത്ര ഡാർക്കാണോ ബോട്ടോക്സ് ചെയ്തത് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 7 ദിവസത്തിനകമേ കളർ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്തിട്ടാണ് ബോട്ടോക്സ് ചെയ്തെങ്കിൽ അത് ലൈറ്റ് ഷെയ്ഡിലോട്ട് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് ടച്ചപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക്
നെക്സ്റ്റ് വീക്ക് പോയി ടച്ചപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു വാഷെങ്കിലും കഴിഞ്ഞിട്ട് ടച്ചപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ ബൊട്ടോക്സിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞത്. അത്രയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി കെയർ എന്ന് പറഞ്ഞാൽ അവരൊരു 2 ഷാമ്പു തന്നിട്ടുണ്ട്. 2 ഷാമ്പു അല്ല, കോക്കനട്ട് ബേസ്. അതിപ്പോൾ നമ്മൾ ഈ ഷാമ്പു കാണിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഓരോരോ കമ്പനി, പല പാർലറുകാരും പല കമ്പനിയുടെ സാധനങ്ങളാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ യൂസ് ചെയ്തിരുന്നത് കോക്കനട്ട് ബേസ് ആയിട്ടുള്ള ഒരു ഫ്ലോറാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പു കണ്ടീഷണറാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത് ആഴ്ച 2 ദിവസം കുളിക്കുമ്പോൾ ഇത് തേച്ചിട്ട് കണ്ടീഷണർ വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇരിക്കാൻ മതി. എത്ര നേരം നമ്മൾ കണ്ടീഷണർ വെച്ചിട്ട് ഇരിക്കുന്നോ അത്രയും നേരം നമ്മുടെ മുടി നല്ല ചൂടെ സോഫ്റ്റ് ആകും. അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് മാനേജബിൾ അല്ലാത്ത ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഒന്നും കൂടെ ഞാൻ പറയാം. പിന്നെ ഒരു സ്മൂതനിങ് പോലെ അത്രയും ഒരു സ്ട്രെയിറ്റ് ഇഫക്റ്റ് കിട്ടത്തില്ല, സ്ട്രെയിറ്റനിങ് പോലെ. പിന്നെ മാനേജ് ചെയ്യാൻ നല്ല ഈസിയാണ്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, അതായത് നമുക്ക് വെളിയിൽ പോകുമ്പോഴും, എനിക്കത് നമ്മുടെ പ്രായത്തിൽ കളർ ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഫ്രിസി ഹെയർ. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞല്ലോ, തിക്കായിട്ടുള്ള ഹെയർ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ കോസ്റ്റ് പറയാം. കോസ്റ്റ് വൈസ് നോക്കുമ്പം നമുക്ക് എൻ്റെ ഈ ലെങ്ത്തിന് 80 to 100 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് 4 മാസത്തെ എഫക്റ്റിന് വേണ്ടി 80 to 100 നമ്മൾ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ ഷാമ്പൂ കണ്ടീഷണർ എന്ന് പറയുന്നത് ഈ 1700 റുപ്പീസ് ഈച്ചാണ്. അതായത് 3400 റുപ്പീസാണ് നമ്മുടെ ഈ ഷാമ്പൂവും കണ്ടീഷണറും. അപ്പം നമ്മളത് ഓൾമോസ്റ്റ് 8200 രൂപ നമ്മുടെ ബൊട്ടോക്സിന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3400 ഷാമ്പൂ. നിൽക്കുന്നത് 4 മാസം തൊട്ട് 4 മാസമേ പറയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ 4-5 മാസം കൊണ്ട് നമ്മുടെ കെയർ പോലെ ഇരിക്കും. അപ്പം അത്രയും ആ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ കുറച്ച് അതായിരിക്കും ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുടിക്ക് ഇത് വലിയ ഡാമേജ് ഒന്നും ചെയ്യുന്നില്ല. പ്രോട്ടീൻ കൊടുക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടത്തില്ല. ഞാനിങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആദ്യം എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടി അങ്ങനെയൊക്കെ പോകുന്നവർക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ മുടി പൊഴിയത്തേ ഇല്ല. അതായത് ആദ്യത്തെ വാഷൊക്കെ ചിലപ്പോൾ ഇച്ചിരി അത് കഴിഞ്ഞിട്ടല്ല നമ്മൾ ചീകുമ്പോഴൊക്കെ അതിനൊരു ഒട്ടും നമ്മൾ ഇത് കൊടുക്കുന്നില്ലല്ലോ, ഒരു ബലം കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ മുടി വലിച്ചു ചീകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മുടി പൊഴിയുന്നത് കുറയും. പിന്നെ അങ്ങനെ അതായത് പിന്നെ അവർ പറയുന്നത് നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തെ ഷാമ്പൂ കണ്ടീഷണർ കുളിച്ച് പിന്നെ എന്തെങ്കിലും ഒരു സിറം ഒരു 2 ഡ്രോപ്പ് സിറം എടുത്തിട്ട് ആദ്യം നനഞ്ഞ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു സിറം എടുത്ത് ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പുറത്തു പോകാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ കെട്ടി വെച്ച് കിടക്കുമോ, എങ്ങനെ കിടന്നാലും നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ അത് പഴയ രീതിയിലാകും. ഞാൻ പിന്നെ അങ്ങനെ ഇന്നലെ ഞാൻ കിടന്ന ചുമ്മാ കെട്ടിയിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബൊട്ടോക്സിൻ്റെ കാര്യങ്ങൾ. അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഞാനിങ്ങനെ വീഡിയോസ് ഇടുമല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ഒരു ഇതനുസരിച്ച് കേട്ടോ, പിന്നെ നമ്മുടെ മലയാളികൾക്ക് പൊതുവെ ഇങ്ങനെ പറ്റി മുടി ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ മുടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കേട്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ പഫ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ടിക്ടാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ പഫ് ചെയ്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ. അതും ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഏത് രീതിയിൽ നമുക്ക് പഫ് ചെയ്യണോ, നമ്മളിങ്ങനെയൊക്കെ എടുത്ത് ചെയ്യത്തില്ലേ, ഇങ്ങനെയൊക്കെ എടുത്തിട്ട്, ഞാൻ വലിയ ബ്യൂട്ടി ബ്ലോഗറൊന്നും അല്ലാതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും, നമ്മൾ എത്ര ഇതിൽ വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് കേട്ടോ. അതായത് മാനേജബിൾ ആവും ഹെയർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ ഒരു ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെ പറ്റി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ പറയാം. എൻ്റെ ഹെയർ ചെയ്ത ആളിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്തെങ്കിലും ഡൗട്ടായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ചെയ്യേണ്ടവർക്ക് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ പിന്നെ ഇനി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പാർലറിൽ പോയി ചെയ്തതിൻ്റെയും എൻ്റെ മുടി എങ്ങനെയായിരുന്നു ഇരുന്നത്, ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെയൊക്കെ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ലാസ്റ്റിൽ ഇപ്പോൾ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ.